ഒരു തർക്കവും വേണ്ട, അതിനൊന്നും ആർക്കും ഒരു തർക്കം. മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു സംഭവം അത് ഇതിലേക്ക് അല്ല, ഇതിനകത്ത് ഈ മെസ്സി വരും അതങ്ങനെ ഒരു അല്ല, അതുപോലെ അങ്ങനെ എന്തോ ഒരു അഭൂതപൂർവമായ ഒരു അന്യഗ്രഹ ജീവിയൊന്നുമല്ലല്ലോ അദ്ദേഹം വരും എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വാർത്തയാക്കേണ്ട ഒരു കാര്യം. ഈ പൊന്നാനി ബിനാലെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബജറ്റിൽ വലിയ രീതിയിൽ ഒരു മലബാറിന്റെ ഒരു ചരിത്രം തന്നെ ഉയർത്തുന്ന ഒരു സംഭവമാണ്. പയ്യമ്പട്ട് വലിയ ഒരു തങ്ങളുടെ ഒരു പ്രഖ്യാപനം തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു. മംദാനി ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഷാറുഖ് ഖാൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ എത്തുമെന്ന് മെസ്സി ഉൾപ്പെടെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. എങ്ങനെയാണ് ആ ഒരു ബിനാലെ എന്താണ് അതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭവം? അല്ല, ഈ ബിനാലെ എന്ന് പറയും, ഈ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലം അതൊരു ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ ഒരു മാരിടൈം ഹിസ്റ്ററി ഉള്ളൊരു സ്ഥലമാണ്. അത് ചേര ചോള സാമ്രാജ്യങ്ങൾ തൊട്ടുണ്ട്. എന്നാൽ ഏറ്റവും അടുത്ത കാലത്ത് നമ്മളൊക്കെ പഠിച്ചും പരിചയിച്ചുള്ള ചരിത്രം പറയുകയാണെങ്കിൽ സാമൂതിരിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ നേവൽ ബേസിന്റെ ആസ്ഥാനം പൊന്നാനിയായിരുന്നു. കുഞ്ഞാലിമരക്കാർ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ എല്ലാ പോരാട്ടങ്ങളുടെയും പ്രഭവ കേന്ദ്രം പൊന്നാനിയായിരുന്നു. കുഞ്ഞാലിമരക്കാർ വധിക്കപ്പെട്ടതിന് ശേഷം പോർച്ചുഗീസുകാർ വന്നിട്ടൊരു ഓർഗനൈസ്ഡ് ലൂട്ട് നടത്തിയ ഈ തെക്കേ ഇന്ത്യയിലെ ഏക പട്ടണവും പൊന്നാനിയാണ്. അപ്പോൾ അല്ല, അങ്ങനെ ലൂട്ടിന് വിധേയമായ പോർച്ചുഗീസുകാർ വേറെ എവിടെയെങ്കിലും നടത്തിയോന്ന് എനിക്കറിയില്ല, പൊന്നാനി നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രൂരകൃത്യത്തിന് ഇരയായ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ അവസാനത്തെയും പട്ടണമാണ് പൊന്നാനി. പിന്നെ ഇവിടെയാണ് മലയാള സാഹിത്യ തറവാട്ടിലെ എല്ലാവരും ജനിച്ചത്. ഈ പൊന്നാനി താലൂക്കിലാണ്. അത് ഉറൂബ്, അക്കിത്തം, MT, VT, നാലപ്പാട്ട് നാരായണമേനോൻ, ബാലമണിയമ്മ, കമല, സി രാധാകൃഷ്ണൻ, അങ്ങനെ ഒരു കടവനാട് കുട്ടികൃഷ്ണൻ, ഗോവിന്ദൻ, അങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹിത്യ സംസ്കാരമുണ്ട്. അതുപോലെ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ തൂഫത്തുൽ മുജാഹിദീനുണ്ട്. അതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ക്ലാസിക് അറബി കൃതിയും അത് പല വിദേശ സർവകലാശാലകളിലെയും പാഠ്യപദ്ധതിയുടെ ഭാഗവുമാണ്. അതുപോലെ വെളിയങ്കോട് ഉമർ ഖാദിയുടെ അറബി കവിതകൾ, അദ്ദേഹത്തിൻ്റെ വലിയ ഭരണ നയതന്ത്ര ജുഡീഷ്യൽ സംഭാവനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം. അതിനെ വീണ്ടും ആ പൈതൃകവും ആ ഒരു പാരമ്പര്യവും ആ റഫറൻസുകളുമൊക്കെ പുതിയ കാലത്ത് നമുക്ക് ഗുണകരമായിട്ട് എങ്ങനെ നമുക്ക് വിനിയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചിന്ത. പിന്നെ ഇത്തരമൊരു വലിയ ലെഗസി ഉണ്ടാകുമ്പോൾ അതൊരു ലോകവുമായിട്ട് പങ്കുവെക്കുക. പിന്നെ പല വിദേശ രാജ്യങ്ങളുമായിട്ട് പൊന്നാനിക്ക് പിന്നെ സഹസ്രാബ്ദങ്ങൾ മുമ്പ് തന്നെ പിന്നെ വാണിജ്യ ബന്ധങ്ങളും യാത്ര പാരസ്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ പത്തേമാരി നിർമ്മാണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വീണ്ടും ഒന്ന് സജീവ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതൊക്കെ ലോകത്തിന് മുമ്പാകെ അഭിമാനപൂർവ്വം പുനരവതരിപ്പിക്കുക. അതുപോലെ ഈ മലബാറിൻ്റെ ഒരു കൾച്ചറൽ ലിറ്ററൽ ലെഗസിയും ടൂറിസവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയും പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. മെസ്സിയും മംദാനി ഉൾപ്പെടെയുള്ള പ്രമുഖരെത്തിക്കോ? അല്ല, ഇതെന്താ വെച്ചാൽ ഈ ബിനാലയിൽ ലോകമറിയപ്പെടുന്ന ഒരുപാട് പേര് വരും എന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിടി പേരുകൾ പറഞ്ഞിട്ട് അതിൽ 75% വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഈ മാധ്യമങ്ങൾക്കൊന്നും അങ്ങനെയുള്ളൊരു രൂപത്തിൽ വാർത്തയ്ക്ക് താല്പര്യമില്ല. അവരത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തവർ ഇന്നയാൾ വരും എന്ന് ഞാൻ പ്രഖ്യാപിച്ചു എന്ന മട്ടിലാക്കി. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകർ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരു വെല്ലുവിളിയായിട്ട് നോക്കാം എന്ന് കരുതുക എന്നല്ലാതെ വേറെ പിന്നെ ഒന്നും അതിനകത്ത് പറയാനില്ല. അതിനകത്ത് എനിക്ക് മാധ്യമങ്ങളോടുള്ളൊരു പൊതുവിമർശനം കൂടിയുണ്ട്. അത് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ തപാൽ വോട്ട് എണ്ണുമ്പോഴൊക്കെ ഞാൻ വലിയ ലീഡിലാണ്. പക്ഷേ അവസാനം വരെ പൊന്നാനിയിൽ 37 വോട്ടിനും 42 വോട്ടിനൊക്കെ പിന്നിലാണെന്നാണ് എല്ലാ മാധ്യമങ്ങളും ചാനലുകളും കൊടുക്കുന്നത്. ഇതൊക്കെ അവരുടെ ഊഹം വെച്ച് കയ്യിന്നങ്ങ് ഇടുകയാണ്. കാരണം പൊന്നാനി ആകുമ്പോൾ തപാൽ വോട്ടിൽ സ്വാഭാവികമായിട്ടും LDF ആയിരിക്കും മുന്നിൽ എന്ന് അവരുടെ മുൻവിധി വെച്ച് അവർ കയ്യിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കപ്പോൾ ഈ കേരളത്തിലെ ഈ ദൃശ്യമാധ്യമ രംഗത്ത് ഈ പ്രവൃത്തി ഇത് പ്രത്യേകിച്ച് ജനം മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയിലാണ് അവർ കയ്യിന്ന് വ്യാജമായിട്ട് കണക്കിടുന്നത്. അപ്പോൾ എനിക്കതിൽ വലിയ നിരാശ തോന്നി. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള മാധ്യമ പ്രവർത്തനമൊക്കെ എത്രത്തോളം ഗുണകരമാണ് എന്ന് ബന്ധപ്പെട്ട ആളുകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ഇതൊന്നും ഇപ്പോൾ അസാധ്യമായ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ആ പറഞ്ഞ ഞാനൊരു സീരീസ് ഓഫ് നെയിംസ് പറഞ്ഞു.
അതിനകത്തൊരു 75% വരും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇന്ന ആള് വരും ഇന്ന ആള് വരും എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല. ഒരു തർക്കവും വേണ്ട, അതിനൊന്നും ആർക്കും ഒരു തർക്കവും വേണ്ട. എന്താ തർക്കം? നമുക്ക് കഴിഞ്ഞ തവണ രേവന്ത് റെഡ്ഡി വന്നപ്പോൾ മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു സംഭവം പറഞ്ഞു. അത് ഇതിലേക്ക് അല്ല, ഇതിനകത്ത് ഈ മെസ്സി വരും അതങ്ങനെ അതുപോലെ അങ്ങനെ എന്തോ ഒരു അഭൂതപൂർവമായ ഒരു അന്യഗ്രഹ ജീവിയൊന്നുമല്ലല്ലോ അദ്ദേഹം വരും എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വാർത്തയാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. മെസ്സി വന്നില്ലെങ്കിൽ പിന്നെ കുത്തിയാൻ വന്നില്ലെങ്കിൽ കടുക്കനിട്ടവൻ വരും എന്ന് കൂട്ടിയാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുതുപൊന്നാനി മുനമ്പം ബീച്ചുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മണ്ണ് കയറിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലമായി മത്സ്യത്തൊഴിൽ വലിയ ബുദ്ധിമുട്ടാണ്. തങ്ങളടക്കം ഇടപെടുന്നതാണ്. എന്താണ് അതിന്റെ ഒരു അല്ല, അത് പുതുപ്പൊന്നാനി ഭാഗം അത് വള്ളങ്ങളുടെ ഒരു കേന്ദ്രമാണ്. കാരണം ഇത് ബീച്ചിന്റെ തെക്ക് ഭാഗമൊക്കെ അഴീക്കലാണ്, അവിടെ ബോട്ടാണ്. അപ്പൊ ഈ വള്ളങ്ങൾക്ക് കടലിലേക്ക് പ്രവേശിക്കാനുള്ളൊരു കവാടമുണ്ട്. അത് ഇങ്ങനെ ഈ വേലിയിറക്ക സമയത്തൊക്കെ അതിന്റെ വീതിയും അതിന്റെ പിന്നെ ആഴമൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ ഇവരിനി പിന്നെ മീൻ പിടിച്ച് മടങ്ങി വരുമ്പോഴായിരിക്കും ഈ തീരമണയാനുള്ളൊരു ഒരു വരവിലായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഒരു വള്ളത്തിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഇടിച്ച് അതിന് പരിക്ക് പറ്റുന്നു, അവർക്ക് അനാവശ്യ ചെലവ് വരുന്നു, ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഞാനിത് വന്ന് കണ്ടിട്ട് ഞാൻ 2 വർഷം മുമ്പേ ഞാനിവിടെ ജയിക്കുകയാണെങ്കിൽ അതിനൊരു മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചിരുന്ന ആളാണ്. ഈ ബജറ്റിൽ ആ പ്രവേശന കവാടത്തിന് ആഴവും വീതിയും കൂട്ടി കെട്ടി സംരക്ഷിക്കാൻ 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് നടത്തും. അത് മേജർ ഇറിഗേഷനാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. അവരുമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ താലൂക്ക് ഓഫീസിലെ ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ സമർപ്പിച്ചതായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ ഈ പുതുപ്പൊന്നാനി ഭാഗം അത് എല്ലാ കാലത്തും ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് വികസന കാര്യങ്ങളിൽ. പക്ഷേ ഈ ബജറ്റിൽ ഏറ്റവും മുന്തിയ പരിഗണന പുതുപ്പൊന്നാനിക്കാണ്. കാരണം പുതുപ്പൊന്നാനി മുനമ്പം തൊട്ട് പിന്നെ പുതുപ്പൊന്നാനി ഓവർബ്രിഡ്ജിന്റെ താഴ്വശം വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരം റോഡിന് വേണ്ടി 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു മൽഹറ എന്ന് പറഞ്ഞൊരു മസ്ജിദ് ഉണ്ട്. അതിന്റെ സമീപം ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു ജെറിയാട്രിക് പാർക്ക്, വയോജന പാർക്കിന് പിന്നെ 1 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ പുതുപ്പൊന്നാനി മുനമ്പവും തൊട്ടപ്പുറത്ത് കിടക്കുന്ന വെളിയങ്കോട് പഞ്ചായത്തിലെ മാട്ടുമ്മൽ തുരുത്തുണ്ട്. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടൂറിസം കോറിഡോറിന് പഠനാവശ്യാർത്ഥം 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ പുതുപ്പൊന്നാനിക്ക് തന്നെ 5 കോടി പുതുപ്പൊന്നാനിക്ക് മാത്രമായിട്ട് നിയർ ടു 5 crores വകയിരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് പുതുപ്പൊന്നാനി ഉൾപ്പെടെ എവിടെയാണ് ബാലാരിഷ്ടതകൾ ഉള്ളത് എന്നുള്ളത് എനിക്ക് ഹൃദിസ്ഥമാണ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ പരിഹരിച്ചിട്ടേ നമ്മൾ മടങ്ങുള്ളൂ. മത്സ്യത്തൊഴിലാളികളെ ആ പ്രതിസന്ധി എന്തായാലും പരിഹരിക്കും. ഒരു തർക്കമല്ല. ഈ വിഷയം നിങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ബജറ്റിൽ അലോക്കേഷൻ വന്നതിന് ശേഷം ഇത് കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. എനിക്ക് കിട്ടിയ ആദ്യ അവസരത്തിൽ അത് കൃത്യമാക്കാൻ 1 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി അത് വിജയിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യം കൂടി നടത്തും. എന്താ തർക്കം? ബജറ്റിൽ പ്രഖ്യാപിച്ചു, 20% ടോക്കൺ വെച്ചു. ഇനിയിപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തു. അതിൻ്റെതായ മിനിസ്റ്റീരിയൽ റൂട്ടിൽ അത് അങ്ങ് ഇംപ്ലിമെന്റഡ് ആവും. അത് വർക്ക് അവാർഡ് ആവുന്നത് വരെ അതിന്റെ പുറകിലുണ്ടാവും.